ഹായ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട് പായസമാണ്. ഫ്രൂട്ട് പായസത്തിന് ആവശ്യമായ ബനാന നല്ലോണം പശു നെയ്യ്, നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ പശു നെയ്യാണിത്. അതിന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അത് നല്ലതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി പശു നെയ്യ് ഏഡ് ചെയ്തിട്ട്, ഒരു സ്പൂണോളം മതി, ഒരു സ്പൂൺ പശു നെയ്യ് ഏഡ് ചെയ്തിട്ട് അതിലേക്ക് ആപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ആപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കുക. ആപ്പിൾ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കാം. നല്ല രീതിയിൽ വാടി വന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റോടു കൂടി ഉണ്ടാവും. പശു നെയ്യാകുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇനി അതിലോട്ടേക്ക് നമ്മുടെ നല്ല റോബസ്റ്റ് പഴം ആഡ് ചെയ്ത് കൊടുക്കാം. റോബസ്റ്റ് പഴം ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഈത്തപ്പഴം, നല്ല ഈത്തപ്പഴം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഏത് ഈത്തപ്പഴം, നോർമലായിട്ടുള്ള ഈത്തപ്പഴമാണെങ്കിൽ അത്. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് പായസത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയി. നന്നായിട്ട് നമ്മളെ പശു നെയ്യിലേക്ക് വാട്ടി എടുക്കാം. വേണ്ട, നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. വേണ്ട, നല്ല റെസിപ്പി. ഇതിലേക്ക് ഇനി ആഡ് ചെയ്യേണ്ടത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് തേങ്ങാപ്പാൽ. അതിനേക്കാൾ ഏറ്റവും നല്ലത് ബെറ്ററായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് തേങ്ങാപ്പാൽ. കുറച്ച് ഒരു പണി എടുക്കണമെന്നേ ഉള്ളൂ. പക്ഷേ ഒന്നാം പാൽ മാറ്റി വെക്കണം. അതിന് ശേഷം മിക്സിയിൽ നന്നായി തേങ്ങ അടിച്ചു കഴിഞ്ഞാൽ നല്ല ശുദ്ധമായ തേങ്ങാപ്പാൽ കിട്ടും. അത് ആവശ്യം ഇല്ലെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് പാക്കറ്റോടുകൂടി തേങ്ങാപ്പാൽ വാങ്ങിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ആപ്പിളും റോബസ്റ്റ് പഴം, ഈത്തപ്പഴം, നേന്ത്രപ്പഴം, ഇത് മൂന്നാലുമാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. മധുരത്തിന് എത്ര ആണോ നിങ്ങൾക്ക് മധുരം വേണ്ട അതിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ആണി വെള്ളമാണ്. അപ്പോൾ അത് നന്നായി ഉരുക്കി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഫ്രൂട്ട്സിൻ്റെ കളറൊക്കെ നല്ല ബ്രൗണിഷായി വരുന്നുണ്ട്. പശു നെയ്യൊക്കെ ആവശ്യത്തിന് യൂസ് ചെയ്താൽ മതി. പശു നെയ്യ് കൂടുന്തോറും ടേസ്റ്റ് കൂടുമെന്നാണ് പറയുന്നത്. ഇപ്പം നല്ല ബ്രൗണിഷ് കളറായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് നമുക്ക് അടച്ച് വെക്കാം. കുറച്ച് സമയത്തേക്ക് ഹാഫ് ബോയിൽഡായിട്ട് അടച്ച് വെച്ചാൽ മതി. ഫുള്ളായിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ചില സമയം അത് മുകളിലേക്ക് പൊന്തി വരുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും പതച്ച് മറിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഹാഫ് ആയിട്ട് മൂടി വെച്ചാൽ മതി. എന്നാൽ അത് ആ ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. കൂടുതൽ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പതച്ച് മറിഞ്ഞു. അതിപ്പോൾ മീൻകറി ആയാലും ഏത് ഭക്ഷണമായാലും പതച്ച് മറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് നഷ്ടപ്പെടും. ഇനി നമ്മൾ അതിലോട്ടേക്ക് കുറച്ച് ഹാഫ് ബോയിൽഡ് ആവട്ടെ, അതിലോട്ടേക്ക് നമ്മൾ ഒഴിക്കുന്നതാണ് രണ്ടാം പാൽ, തേങ്ങാപ്പാൽ. 2 പാത്രങ്ങളിലായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതാണ് ഇത്. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും വാങ്ങിച്ചിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ യൂസ് ചെയ്യാവുന്നതാണ്. വേണ്ട, നമ്മളെ ഫ്രൂട്ട് നല്ലോണം തിളച്ച് വരുന്നുണ്ട, നല്ലതായി സെറ്റായിട്ട് വരുന്നുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കുക. പായസം വെക്കുമ്പോൾ കുറച്ച് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ അടി പിടിക്കും. അപ്പം നമുക്ക് കിട്ടുന്ന ആ ഒരു ടേസ്റ്റെല്ലാം നഷ്ടപ്പെട്ടു പോവും. ഇനി അത് തിളച്ച് വരുന്നവർക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്
പിന്നെ മുന്തിരിങ്ങയും ഗ്രേപ്സും വറുത്ത് വെക്കാം. ഞാൻ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത് പശു നെയ്യ് തന്നെയാണ്. അതിലോട്ടേക്ക് നമ്മൾ എടുത്ത് വെച്ച കേശുനട്ട് കുറച്ച് നമ്മളെ ഇഷ്ടം പോലെ യൂസ് ചെയ്യുക, കുറച്ച് മതി. അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല ബ്രൗണിഷ് കളറാവുന്നവരെ നമ്മൾ മിക്സ് ആക്കാം. കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോകും. നന്നായി ബ്രൗണിഷ് കളറാവുക. കൂടുതൽ ബ്രൗൺ ആവുകയും ചെയ്യരുത്, എന്നാൽ തീരെ ആ ബ്രൗണിഷ് കളറ് നഷ്ടപ്പെട്ടും പോകരുത്. തീരെ വൈറ്റും ആവരുത്. അതിലേക്ക് കുറച്ച് ഗ്രേപ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഗ്രേപ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. മുന്തിരിയൊക്കെ നല്ല ബ്രൗൺ കളറായി നല്ല ബൗളായിട്ട് വന്നു തുടങ്ങി. ഇനി നമുക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ച ഫ്രൂട്ട് നന്നായിട്ട് വെള്ളത്തിലേക്ക് വെന്തിനോന്ന് നോക്കാം. നല്ലോണം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ആ ഒരു പശു നെയ്യും വെല്ലവും ഒക്കെ ആയിട്ടുള്ള നല്ല സെറ്റായി വന്നിരിക്കുകയാണ്. ആപ്പിളെല്ലാം നല്ലോണം വെന്ത് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കുന്നതാണ്. രണ്ടാം പാല് ഒഴിച്ച് വെച്ച് കൊടുത്ത് ഇതാ വീണ്ടും കളറ് മാറി നമ്മൾ ആ അടപ്രഥമൻ്റെ അല്ല ആ ഒരു കളറിലേക്ക് വന്ന് ഓക്കെ. അതോ ഈത്തപ്പഴവും ആപ്പിളും നേന്ത്രപ്പഴവും റോബസ്റ്റ് പഴവും എല്ലാം കൂടി. റോബസ്റ്റ് പഴത്തിന് മറ്റെന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ സ്ഥിരമായി പറയുന്നത് റോബസ്റ്റ് പഴം എന്നാണ്. അപ്പോൾ ഇതിനി കുറച്ച് സമയത്തേക്ക് മൂടി വെച്ചാൽ മതി. നന്നായി ശ്രദ്ധിക്കണം. നമ്മൾ അതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ചിലപ്പോൾ നല്ല രീതിയിൽ പതച്ച് മറിയും. അപ്പോൾ അത് നന്നായി ശ്രദ്ധിക്കാം. നമ്മളെ കേശുവിനായിട്ടെല്ലാം കണ്ട നല്ല ബ്രൗൺ ആയിട്ട് നിൽക്കുന്നത് കണ്ട. ഇത്രയും ബ്രൗൺ ആയാൽ മതി. ഇതിൽ കൂടുതലായാൽ കരിഞ്ഞു പോകത്തേ ഉള്ളൂ. തീരെ വൈറ്റും ആവാൻ പാടില്ല, നല്ല ബ്രൗൺ ആവാൻ പാടില്ല. അപ്പോൾ അതവിടെ മാറ്റി വെക്കുക. നമുക്കത് ലാസ്റ്റോട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. നമ്മളെ പായസം തിളച്ച് വരുന്നുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഫ്രൂട്ട് പായസം എപ്പോഴും പായസം സേമിയവും പാൽപ്പായസം പ്രഥമൻ ഇതൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. എങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ഫ്രൂട്ട് പായസം ട്രൈ ചെയ്ത് നോക്കുക. നന്നായി തിളച്ച് തൂക്കി വരുന്നുണ്ട്. നമുക്കൊന്ന് പിന്നെ ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ പൊടിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയാണ്. നിത്യ യൂസേജിന് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ പെട്ടെന്ന് നമുക്ക് പൊടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതാ കുറച്ച് ഏലക്കാപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഏലക്കായ ചൂടാണ്, അതുകൊണ്ട് കുറച്ച് മാത്രം ഉപയോഗിക്കുക. ഉണ്ടെന്ന് വെച്ച് കൂടുതലായിട്ട് വാരി വലിച്ചിടേണ്ട ആവശ്യമില്ല. ഒരു ടേസ്റ്റിന് മാത്രം യൂസ് ചെയ്യാവുന്ന സാധനമാണ് ഏലക്കായ്പ്പൊടി.
ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഒന്നാം പാല് കണ്ടോ. ഒന്നാം പാൽ എന്ന് വെച്ചാൽ കൈ കൊണ്ട് നന്നായി പിഴിഞ്ഞിട്ട് എടുത്ത് വെച്ചതാണ്. രണ്ടാം പാല് മിക്സിയിലേക്ക് നല്ലോണം അടിച്ച് വെച്ചിട്ട് അപ്പോൾ ഒന്നാം പാല് ഇതിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. നന്നായി ഇളക്കി കൊടുക്കുക. കണ്ട. ഇനി അത് തൂകി വന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് അമൂലിൻ്റെ മിൽക്ക് മെയ്ഡാണ്. നിങ്ങൾക്ക് ഏത് കമ്പനിയാണോ ഇഷ്ടം അതിൻ്റെ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാം. എല്ലാ പായസത്തിലും മിൽക്ക് മെയ്ഡ് നന്നായി യൂസ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിക്കോട്ടെ. മിൽക്ക് മെയ്ഡും പശു നെയ്യുമാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്ന സാധനം. പായസത്തിന് ഏറ്റവും കൂടുതൽ നമുക്ക് എപ്പോഴും ടേസ്റ്റ് തരുന്ന ഒരു സാധനമാണ് മിൽക്ക് മെയ്ഡ് ആൻഡ് പശു നെയ്യ്. പലർക്കും നെയ്യ് കൂടുതൽ ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെങ്കിൽ അതാണ് ടേസ്റ്റി. അപ്പോൾ നമ്മളെ പായസം റെഡി ആയി കഴിഞ്ഞു. ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച കാഷ്യൂ നട്ടും ഗ്രേപ്സും ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ റെസിപ്പി നന്നായിട്ട് ആയിക്കഴിഞ്ഞിട്ടുണ്ട്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഏതാണ്ട നല്ല ഫ്രൂട്ട് പായസം ഓക്കെ ആയി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും മറ്റു പായസങ്ങൾ കഴിക്കുമ്പോൾ ഇതും ഇടയ്ക്ക് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഫ്രൂട്ട് പായസം റെഡിയായി. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആർക്കും എപ്പോഴും സമയം കിട്ടുന്ന മിതമായ സമയത്ത് ഉണ്ടാക്കാവുന്ന അരമണിക്കൂർ കൊണ്ട് നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ച് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഫ്രൂട്ട് പായസം. അധിക സമയമൊന്നും എടുക്കുന്നില്ല. അപ്പം നമ്മളെ ഫ്രൂട്ട് പായസം ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളെ ചാനൽ. അപ്പോൾ ഇനിയും പുതിയ പുതിയ ഡിഷസുമായിട്ടും ഫാമിലി കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. ഫാമിലി പരിചയപ്പെടുത്തി തരാം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ. അപ്പോൾ നമുക്ക് ബൈ, സീ യു, തമ്പുരു ആൻഡ് ജെറോം. ബൈ ബൈ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ.